ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇന്ന് അമ്പ് പെരുന്നാളാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ 10:30 ആയിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. അപ്പം ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളയപ്പം, സ്റ്റൂ, വട്ടയപ്പം അങ്ങനെയുള്ള ഒരു പരിപാടികളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോണിന് മറ്റേ നൂഡിൽസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോണും തോമുട്ടനും ഇന്നെന്തോ പ്രത്യേകിച്ച് അങ്ങനെ കഴിക്കാറൊന്നുമില്ല, ഇന്ന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പയും മോനും നൂഡിൽസ് കഴിച്ചു. ഞാനും ഡാഡിയും ദോശമാവിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുട്ട അടിച്ചിട്ട് മുട്ട ദോശ ഉണ്ടാക്കി. ഡിവൈന് ഇന്ന് കോൺഫ്ലേക്സ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ കോൺഫ്ലേക്സ് കഴിച്ചു, ചായയും കുടിച്ച് അങ്ങനെ രാവിലത്തെ വളരെ ലളിതമായ ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ട് ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ പതിവുപടി മാതാവിന് മെഴുകുതിരി കത്തിച്ചിട്ടൊക്കെയാണ് കാര്യങ്ങൾ തുടങ്ങിയത്. അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാൻ പറയാണ്ട് തന്നെ അറിയാം. ഇന്നാൾ ഞാൻ പറഞ്ഞല്ലോ, മീറ്റപ്പിന് വന്നപ്പോൾ എല്ലാവരും അടുക്കളയിൽ വന്ന് എൻ്റെ മാതാവിനെ കണ്ടു, നടയിൽ വന്നു, അരയന്നത്തിനെ കണ്ടു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ നട വന്നു, അരയന്നം വന്നു, മാതാവ് വന്നു എന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റി ഞങ്ങൾ എണീക്കുകയെന്ന് ഓരോരുത്തരും പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അതുപോലെ തന്നെ അക്കീര അവിടുത്തെ ആ കുപ്പിയും മണി പ്ലാന്റും കുറേ വലുതായി ആൻറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളെ എത്രത്തോളം തുടക്കം തൊട്ട് കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഫാമിലി ഇറങ്ങി. അപ്പോൾ ഞാൻ കളിയാക്കി പറയുമല്ലോ, അപ്പനും അമ്മയും മക്കളും ഇറങ്ങി എന്നുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഡിവൈൻ വേഗം ഡ്രസ്സ് മാറി. നമ്മൾ സാധാരണ അറിയാമല്ലോ ഞായറാഴ്ച മാർക്കറ്റിലേക്ക് പോണത്. അപ്പോൾ പെരുന്നാൾ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റിൽ പോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ശനിയാഴ്ച ദിവസമാണ് ചെയ്യുക. ഇതിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ആരും ഇല്ലല്ലോ, ആരെയും വരികയൊന്നുമില്ല. ഡിമ്പിൾ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡിമ്പിളിന് ഇന്ന് കല്യാണത്തലേന്നാണ്. വേണമെങ്കിൽ പെരുന്നാളെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വരായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം നമ്മൾ മനസ്സിൽ പോലും അങ്ങനെ പെരുന്നാളിൻ്റെ ഒരു കാര്യം വിചാരിച്ചില്ല. അപ്പോൾ അങ്ങനെ അവർ മാർക്കറ്റിൽ പോയ സമയത്ത് ഞാനും ഡാഡിയും ചാക്കോച്ചൻ കിടന്ന് ഉറങ്ങുക കേട്ടോ. ഞാനും ഡാഡിയും ഇപ്പോൾ രാവിലെ പ്രഷർ നോക്കിയതിന് ശേഷമാണ് അതിൻ്റെ ഗുളികയും കാര്യങ്ങളൊക്കെ കഴിക്കുള്ളൂ. കാരണം എനിക്ക് ഈ വേരിയേഷനുള്ള കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് പ്രഷർ കൂടും, ചില സമയത്ത് കുറയും. അപ്പോൾ മെഡിസിൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പ്രഷർ നോക്കിയിട്ടാണ് കേട്ടോ കഴിക്കുക. അങ്ങനെ ഞാൻ അതിൻ്റെ ഇതെടുത്ത് വയ്ക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ 2 ദിവസമായിട്ട് കട്ടിലൊന്നും ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. തുണികൾ മടക്കാനായിട്ട് ഡാഡി കൈയോടെ പുറത്തുനിന്ന് എടുത്തു കൊണ്ടുവന്നപ്പോൾ ചാക്കോച്ച ഉറങ്ങണ കാരണം അവർ വരുന്നതിന് മുമ്പ് വേഗം അകത്തത്തെ പണികൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞങ്ങൾ ഞാനും ഡിവൈനും കൂടി പോയപ്പോൾ മുറിച്ചെടുത്തതാണ് ഈ ഷീറ്റ്. അപ്പോൾ അത് വേഗം മേശയുടെ വലിപ്പത്തിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തു. അപ്പോഴേക്കും അടുക്കളയിലത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ ഒതുക്കി. കാരണം ഞായറാഴ്ച നിങ്ങൾക്കറിയാലോ, മാർക്കറ്റിൽ നിന്ന് പോയി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല പണിയാണ്, 2 പേർക്കും നല്ല പണിയാണ്. അപ്പോൾ ഡിമ്പിളുണ്ടെങ്കിൽ ഡിമ്പിളിനും എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ കുറച്ച് വാങ്ങിയാൽ മതി. കാരണം ഈ ആഴ്ച കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച തൊട്ട് നമുക്ക് നൊയമ്പാണ്, വലിയ നൊയമ്പ് സ്റ്റാർട്ട് ചെയ്യണം, ആഘോഷങ്ങളൊക്കെ അങ്ങോട്ട് കഴിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ കുറച്ച് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവർ വരണതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് വീടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇത് പുകച്ചു, സാമ്പ്രാണി പുകച്ചു. അപ്പോൾ മുറിയിൽ മൊത്തം ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗാണ്. കാരണം റൂമുകളൊന്നും ഞാൻ ഒതുക്കി. അപ്പോൾ ഡിമ്പിളിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അന്തോണീസ് പുണ്യാളിനെ അവിടെ പ്രതിഷ്ഠിച്ചു, മാതാവിന് ഇവിടെ വെച്ചു. അതിൻ്റെ കടലാസും കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ വയ്ക്കാം എന്നെൻ്റെ മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുത്തിട്ട് അവിടെ വെച്ചത്. അവിടെ എൻ്റെ ഫോട്ടോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവർ ഡോണും ഡിവൈനും തോമും കൂടിയിട്ട് മാർക്കറ്റിൽ നിന്ന് വന്നു. അപ്പോൾ എന്തായാലും ഡാഡി പറഞ്ഞു നോമ്പ് കഴിയല്ലേ, ഒരു തുണ്ട് പോർക്ക് ഇറച്ചി വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പോർക്ക് പിന്നെ പതിവ് പോലെ ബീഫ്, മീൻ, പിന്നെ ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂർക്ക ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ചോറ് ബാക്കിയുള്ള കാരണം ഇന്ന് പ്രത്യേകിച്ച് ചോറൊന്നും വെക്കേണ്ടി വന്നില്ല. ഞാൻ ആ ചോറ് തിളപ്പിച്ച് ചെയ്തത് കേട്ടോ. പിന്നെ നല്ല ചാള, നല്ല കഴമ്പുള്ള വലിയ ചാള, ശരിക്കും അയിലാന്ന് തോന്നും, അങ്ങനെ ചാള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറച്ചി കൊള്ളിയിട്ട് വെച്ച് കുറച്ച്, അത് കഴിഞ്ഞിട്ട് ചാള വറുത്തു. പിന്നെ നമ്മുടെ ചിക്കൻ്റെ ഞാൻ പറഞ്ഞില്ലേ നാളെ ഡിവൈൻ കാണിക്കുമെന്ന് പറഞ്ഞില്ലേ, ഡിവൈൻ എപ്പോഴെങ്കിലും കാണിക്കും കേട്ടോ. ചിക്കൻ ഇങ്ങനെ ക്യൂബ്സായിട്ട് ബോൺലെസ് വരുന്നുണ്ട് റെഡിമെയ്ഡ്. അപ്പോൾ
ഒരു സ്ഥലത്ത് നിന്ന് ഡിവൈന് കൊടുത്തത്. അപ്പോൾ അതാണ് ഇന്ന് വെച്ചത്. അപ്പോൾ അത് 3ഉം കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ ഫുഡായിരുന്നത്. ഡിവൈനിന് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കൂർക്കയൊക്കെ വേവിച്ച് വെച്ചു, കൊള്ളി വേവിച്ച് വെച്ചു. അങ്ങനത്തെ പരിപാടികളൊക്കെ ഞങ്ങൾ 2 പേരും കൂടി ചടപടന്ന് അങ്ങോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. തോമും ചാക്കോച്ചനും അപ്പൻ്റെയും അപ്പാപ്പൻ്റെയും കൂടിയിട്ട് അങ്ങോട്ട് പോയി. ഞാനും ഡിവൈനും കൂടിയിട്ടാണ് കംപ്ലീറ്റ്. പിന്നെ പച്ചക്കറികൾ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ സുഖമായിട്ട് ഡാഡി പതിവ് പോലെ താഴ്ത്ത് കിടന്നു. അപ്പോൾ ചാക്കോച്ചനും എപ്പോഴും ഡാഡിയുടെ കൂടെ താഴെ കിടക്കും കേട്ടോ. അങ്ങനെ ഡാഡി കിടന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങേ സെറ്റിമേ ഡോൺ അങ്ങേ സെറ്റിമേ തോമും ഡിവൈനും ഡിമ്പിളുടെ റൂമിൽ അങ്ങനെ എല്ലാവരും കുറച്ച് നേരം ഒന്ന് മയങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മടക്കം വരുമ്പോൾ പള്ളിയിൽ കയറണം, ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഫ്രഷായി വരുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ വേഗം നമ്മുടെ റോസ്റ്റ് ടീ വെച്ചു. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഉഷാറ് കിട്ടും. ഇത് ഉച്ചക്കലത്തെ ഊണൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ എണീറ്റ് പോകുമ്പോഴേ നമുക്കത് ഉറക്കം വരും, കണ്ണിൽ എപ്പോഴും ഉറക്കം ഉണ്ടാവും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂർക്കയും കൊള്ളിയാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ കൊള്ളി വേവിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതൊക്കെ ഞാൻ വേഗം ചോറടക്കം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. കാരണം തിരിച്ച് വരുമ്പോൾ എനിക്കറിയാം നമ്മൾ നെസ്റ്റോലൊക്കെ കയറിയിട്ടാണ് വരിക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഡിവൈൻ മാറുമ്പോഴേക്ക് ഞാൻ കുപ്പികളിലൊക്കെ വെള്ളം നിറച്ച് വെച്ചു. സാധാരണ ഡിവൈൻ തന്നെ ചെയ്യാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം തോമുറക്കം തൂങ്ങി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വേഗം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു. അപ്പോൾ തോമുതേ കുട്ടി കുറുമ്പ് കാണിക്കാൻ കേട്ടോ. ഷൂ ഇടാൻ പറഞ്ഞപ്പോൾ അവന് ഈ ഷൂ ഇഷ്ടമല്ല. അവന് സ്ഥിരം പ്ലേ സ്കൂളിൽ പോണൊരു ഷൂ ഉണ്ട്, മറ്റേ ക്രോക്സ്, അത് ഇടാനിഷ്ടം. അപ്പോൾ അത് ഇടേണ്ട, ഇത് ഇടാൻ പറഞ്ഞതിന് വേണ്ടിയിട്ട് അവൻ കിടന്ന് കാണിക്കണതാണ് കേട്ടോ. ചട്ടമ്പിയാണ് ഇപ്പോൾ ഞങ്ങളുടെ തൂമ്പുട്ടാൻ. അപ്പോൾ അങ്ങനെ ഷൂ ഒക്കെ ഇട്ട് ഞങ്ങൾ അപ്പയും അമ്മയും മക്കളും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചാക്കോച്ച അപ്പാപ്പൻ്റെ കൂടെ സെറ്റാണ്. ഇപ്പോൾ ഫുൾ ടൈം അപ്പാപ്പൻ്റെ കൂടെ ആയ കാരണം എപ്പോൾ നോക്കിയാലും അവന് അപ്പാപ്പൻ വേണം. അപ്പോൾ തോമും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ പാച്ചുവിന് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇനിയിപ്പോൾ പാച്ചു വരുമ്പോൾ എന്താവും ഇവിടെ തങ്ങുന്നത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഫുൾ ടൈം ചാക്കോച്ചൻ അപ്പാപ്പൻ്റെ കൂടെയാണ്. അത് കാണും പിന്നെ അവൻ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ല. ഇഷ്ടമാണ്, എന്നാലും ചില സമയത്ത് തോമൂന് പോലും ചില സമയത്ത് അവർക്ക് അറിയാമല്ലോ, കുട്ടികളല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ സന്തുവിനോട് ടാറ്റ പറയണം കേട്ടോ. സന്തു എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വീട്ടിലെ മാസ്റ്റർ മോനാണ്. അപ്പോൾ അവൻ എപ്പോഴും അത് ഇവിടെ നിന്നിട്ട് ഡിവൈനും അവിടെ നിന്നിട്ട് അവനും ഇങ്ങനെ ഉറക്കെ സംസാരിക്കും. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നടത്തറ സെൻറ്ററിൽ എത്തിയപ്പോഴാണ് പ്രദക്ഷിണം വരണ സമയമാണ്. അപ്പോൾ നല്ലൊരു സമയമായിരുന്നു. പക്ഷേ മറ്റേ സിഗ്നൽ വന്നപ്പോൾ വേഗം എല്ലാവരോടും വേഗം ഇങ്ങനെ കടന്ന് വരാൻ പറയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളത് കണ്ടു. അവിടെ നിന്ന് നല്ലോണം ആളുണ്ടായിരുന്നു, നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ നമ്മുടെ തൃശ്ശൂർ ശക്തൻ തമ്പുരാനിലെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ പൂരം എക്സിബിഷൻ അല്ല കേട്ടോ, വ്യാപാരി വ്യവസായിയുടെ ഞാൻ തോന്നുന്നുണ്ട്, എന്തോ ഒരു നടക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് ഡോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ നേരെ പോയത് അങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പിന്നെ നമ്മൾ പോണ വഴിക്ക് മരിയാപുരം പള്ളി പെരുന്നാൾ മുഴുവൻ പെരുന്നാളുകളുടെ ഇതാണ് ഈ പ്രാവശ്യം, ഈ ഒരാഴ്ച. കാരണം അടുത്തൊരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോയമ്പായില്ലോ. അപ്പോൾ സിഗ്നലിൻ്റെ ആ സമയത്ത് ആ വണ്ടി നിന്ന നേരം കൊണ്ട് എല്ലാവരോടും ഓടാൻ പറയും. അപ്പോൾ ഞങ്ങൾ പറയാമായിരുന്നു, കർത്താവേ പ്രായമായവരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ വല്ലതും വീണാലോ. സിഗ്നൽ കഴിഞ്ഞിട്ടായാലും വണ്ടിക്കാരോട് കൈ കാണിച്ച് കഴിഞ്ഞാൽ അവരവിടെ നിന്നോളും. പക്ഷെ അത് ഓർക്കാണ്ട് വേഗം ഇങ്ങനെ പോകാൻ പറയുമ്പോഴേ നമുക്ക് തന്നെ ഭയങ്കര ടെൻഷനായി. അതിൽ പ്രായമായ ചേട്ടന്മാരും അപ്പാപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓടിപ്പടഞ്ഞ് പോകുമ്പോഴേ എന്തെങ്കിലും കാല് തെറ്റി വീണാലോ എന്നുള്ളൊരു പേടിയായിരുന്നു. പിന്നത്തേൽ കുഴപ്പമൊന്നും ഉണ്ടില്ല. സിഗ്നൽ ആകുമ്പോഴേക്കും അവരൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നല്ലോണം ആളുണ്ടായിരുന്നു, കുടയും ബാൻസെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളതിൽ പങ്കെടുത്തില്ലെങ്കിലും ഇരുന്നും കൊണ്ട് നമ്മളതിൽ പങ്കെടുത്ത പോലെ ആയിട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികളായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അവിടെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൃശ്ശൂർ ഞാൻ പറഞ്ഞിടത്തേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ 50 രൂപയായിരുന്നു ടിക്കറ്റ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല, ഇന്നലെ ഞങ്ങളുടെ ഡോൺ കണ്ടത്. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഡിമ്പിളുടെ അവിടേക്ക് പോവാം, അമലിൻ്റെ തലേനാളാണ് ഇന്ന്, മധുരം വെപ്പാണ്. ആദ്യം അങ്ങനെ വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഇന്നും നാളെയും പോകാമെന്ന് പറയുമ്പോൾ കുട്ടികളെയും കൊണ്ട് എളുപ്പമല്ല. അപ്പോൾ ഇത് ഏതെടുത്താലും 20. അപ്പോൾ ഇത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടത്തെ നമ്മുടെ കുട്ടിക്കാലാണ് ഓർമ്മ വരിക. പലതരം പണ്ടത്തെ മിഠായികൾ, സിഗരറ്റ് മിഠായി, കപ്പലണ്ടി മിഠായി, അച്ച് മിഠായി, എന്താ പറയുക, അങ്ങനത്തെ
എല്ലാ തരം മിഠായികളും ഇപ്പോൾ ഇവിടെ എന്തുട്ടാ പൊരിയുണ്ട, അങ്ങനെയുള്ള തേൻ നിലാവ് കണ്ടില്ലേ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പണ്ടത്തെ ചെറുപ്പത്തിലെ സ്കൂളിൻ്റെ പഠിക്കൽ അമ്മാമ്മമാരിരുന്ന് വിൽക്കും, അതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തോമുന് മിഠായിയൊക്കെ വാങ്ങി. അവിടെ നിന്ന് പിന്നെ നമ്മൾ അവിടെ നമ്മുടെ കോൺ ഉണ്ടായിരുന്നു, പലതരം സ്റ്റോളുകളുണ്ട് കേട്ടോ, നൈറ്റി അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ കോണിൻ്റെ അവിടേക്കാണ് പോയത്. അപ്പോൾ നല്ല കോൺ ഡിവൈന് ഭയങ്കര ഇഷ്ടമായി. അപ്പം എനിക്ക് വെച്ചാൽ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ റോസ്റ്റ് ചെയ്യും, പിന്നെ ഉച്ചലത്തെ ഭക്ഷണമൊക്കെ ആയപ്പോൾ എനിക്ക് വയറ് ഫുള്ളായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ വന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ടമാനം ഫാമിലികൾ നമ്മളെ പരിചയമായിട്ട് കണ്ട് ഇങ്ങോട്ട് വന്ന് കുറേ പേര് സംസാരിച്ചിരുന്നു കേട്ടോ. അതിലൊരു ഫാമിലിയാണ് നമ്മുടെ ബാക്കിലുള്ളത്. അവർ പൂച്ചെടിപ്പാടത്തുനിന്ന് വന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് അവരായിട്ടൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാഹചര്യം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ തോമും ചാക്കോച്ചനും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച പോലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. അവർ വന്ന് തോമുനെ കാണാൻ, ആ മോൾക്ക് തോമുനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഡിവൈനോട് ഞാൻ പറയായിരുന്നു, മുകളിൽ ചെടികളൊക്കെ നാശമായി, ഇനി ബോഗൻവില്ല വെക്കണമെന്ന്. അപ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞൂടാ, മണ്ണുത്തിയിൽ മാടക്കത്രയിലൊക്കെ ഉണ്ട് ഇതിൻ്റെ കടകൾ. അപ്പോൾ എനിക്ക് എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടതെന്ന് അറിയില്ല. ഇത് കാണുന്ന ആരെങ്കിലും മാടക്കത്രയില മണ്ണുത്തിയിലുണ്ടെങ്കിൽ ബോഗൻവില്ല മാത്രം ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് ഇതിൽ മെൻഷൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പോകാനായിട്ട് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന്, അപ്പോൾ ഞാൻ വിലയൊക്കെ ചോദിച്ചറിഞ്ഞു, പിന്നെ വാങ്ങിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന വഴി നെസ്റ്റോയിലേക്ക് പോകണം കേട്ടോ. ഇവിടെ നിന്ന് തിരിഞ്ഞ വഴിക്ക് തോമു പറഞ്ഞു ഇത് അക്കിയുടെ വീട് എത്താറായി എന്നുള്ളത്. ഇത് പൂങ്കുന്നം പള്ളിയാണ്. അപ്പോൾ നിറച്ച് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങേ അറ്റോളം. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പൂങ്കുന്നം പള്ളിപ്പെരുന്നാൾ, മരിയപുരം പള്ളിപ്പെരുന്നാൾ, പിന്നെ നമ്മുടെ നടത്തറ പള്ളിപ്പെരുന്നാൾ. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഞങ്ങൾ 3 പെൺകുട്ടികളുടെയും വീട്ടിൽ ഒരേ ദിവസം പെരുന്നാൾ. പക്ഷേ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ഒരു അവസ്ഥ വന്നുമില്ല. അപ്പോൾ അത് ചില സമയത്ത് അങ്ങനെയാണ്, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എല്ലാതും ഉണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് പറയില്ലേ, അതുപോലെ. അങ്ങനെ ഞങ്ങളിതേ നെസ്റ്റോയിലേക്ക് എത്തിയിട്ടോ. നെസ്റ്റോയിലെത്തി അവിടെ ചെന്നപ്പോഴും അത് ഇഷ്ടം പോലെ ആൾക്കാർ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കിയപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട് ഇത്രയും കുറച്ച് ദിവസങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മോൻ, സാധാരണ പെൺകുട്ടികൾ എൻ്റെ അടുത്തേക്ക് ഓടി വരാറുണ്ടെങ്കിലും ആൺകുട്ടികൾ അങ്ങനെ അധികം എൻ്റെ അടുത്ത് വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഈ മോനെ എവിടെ നിന്നോ വേഗം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അങ്ങനെ വേഗം വന്ന് സംസാരിച്ചപ്പോൾ അവൻ ഡോക്ടർ കുട്ടിയാണ്. അപ്പോൾ അവരെ കണ്ടാൽ തോന്നേയില്ല, ഭയങ്കര എളിമയുള്ളൊരു മോൻ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എനിക്ക് ആൻറ്റീനെ എങ്ങനെ പറഞ്ഞു, ആൻറ്റിയുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്, എൻ്റെ അമ്മ അവിടെ ഉണ്ട്, ഞാൻ അമ്മയും കൂടി വിളിക്കട്ടെ. ആൻറ്റിയെ കണ്ടപ്പോൾ ഞാൻ വേഗം വന്നതാന്ന് പറഞ്ഞ് അവൻ അമ്മയും കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, ആൺകുട്ടികളും കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് 1-2 ഫാമിലീസിനെ ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അവരൊക്കെ ആണുങ്ങളും കാണുന്നവരാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അത് അവർക്ക് ഇഷ്ടമാവേണ്ടത് കേൾക്കുമ്പോൾ അത് ഒരു സന്തോഷമല്ലേ നമുക്ക്. ഇവരും ഈ പറഞ്ഞ പോലെ ഇവിടെ അടുത്തുള്ള അഞ്ചേരി എന്നാണ് തോന്നുന്നുണ്ട് പറഞ്ഞത്, അല്ല മറ്റേ കൊട്ടേക്കാട് വശമാണ് പറഞ്ഞത്. അപ്പോൾ അവരെയും കണ്ടു. അപ്പോൾ അവർ വന്ന വഴിക്ക് ഡിവൈനെ ചോദിച്ചത്. അപ്പോൾ ഞാൻ ഡിവൈൻ നിൽക്കുന്നിടത്ത് കാണിച്ചു. ഇന്ന് പതിവില്ലാണ്ട് നെസ്റ്റോയിൽ ഭയങ്കര തിരക്കായിരുന്നു. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സാധാരണഗതിയിൽ നമ്മളുടെ ഇവിടേക്കാണ് പോവാറ്, നമ്മുടെ 8:30-9:30 ഒക്കെ ആകുമ്പോഴാണ് പോവാറ്. പക്ഷേ ഇന്ന് 7 മണിക്കാണ് പോയത്. ഈ വീഡിയോ എന്താണെന്ന് അറിഞ്ഞൂടെ, ആകെ തല കുത്തിയിട്ട് നിൽക്കണം. എനിക്ക് തോന്നുന്നു ഇത് ഡാഡി വേറെ ഫോണിലെടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. അപ്പോൾ അത് ഞാനത് ശരിക്കും ഇട്ടിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ 7 മണിക്ക് ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ 7 മണി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പ്രൈം ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നുണ്ട് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ പോരാത്ത തിരക്ക്. അപ്പം ഞാൻ കുട്ടികളോട് പറയായിരുന്നു, ചാക്കോച്ചനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടായില്ല കേട്ടോ. അവൻ അപ്പാപ്പൻ്റെ കൂടെ അവിടെ ഇങ്ങനെ കിടന്നു. തോമു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വയലൻ്റായി തുടങ്ങി. അങ്ങനെ അവിടുന്ന് ഞങ്ങളിതേ മടങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങി മടങ്ങി. അപ്പം നെല്ലങ്കര വഴിയാണ് വന്നത്. അപ്പം നെല്ലങ്കര പള്ളിയിൽ ഇതേ പെരുന്നാൾ. അപ്പം എനിക്ക് തോന്നുന്നു കണ്ടമാനം സ്ഥലത്ത് ഇന്ന് പെരുന്നാളുണ്ട് കേട്ടോ. അപ്പം നെല്ലങ്കര പള്ളി പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് നമ്മുടെ നടത്തറയിലേക്ക് കയറി. അപ്പോൾ ഇന്ന് എനിക്ക് ശരിക്കും
കെസ്റ്റർ റൂട്ടറിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയം ആയതുകൊണ്ട് ആ തിക്കും തിരക്കിൻ്റെ ഇടയിൽ വണ്ടി ഇട്ടിട്ട് പിന്നെ ചാക്കോച്ചനും ഉറങ്ങി, തോമൂട്ടനും ഉറങ്ങി. അപ്പോൾ ഈ ഉറങ്ങിയ മക്കളെയും കൊണ്ട് നമ്മൾ ആ സമയത്ത് അങ്ങോട്ട് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി. ജസ്റ്റ് ഇത് ഇറച്ചിയിട്ട് ഇങ്ങോട്ട് കയറിയിട്ടോ. അപ്പം ഞാൻ ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പൂതി നമ്മുടെ കോൺ കഴിക്കണമെന്ന്. അപ്പോൾ ഡിവൈൻ പറഞ്ഞു മറ്റേ ടെൻഡർ കോക്കനട്ട് മതി, കരിക്കിൻ്റെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ എന്തുട്ടായാലും പാസ്സാണ്. അപ്പോൾ 2 പേർക്കും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി തന്ന് ഞങ്ങൾ പള്ളി നടയിൽ നിന്ന് നമ്മളൊന്നും കഴിച്ചില്ലെങ്കിൽ അതും പെരുന്നാൾക്ക് പോയിട്ടൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഡിമ്പിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും ഉണ്ടായിരുന്നു. പള്ളിയിൽ പോയി ശരിക്കും വിലസി അതിൻ്റെ ഉള്ളിലൊക്കെ പോയി നടന്ന്. പിന്നെ അന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു, എന്നിട്ട് കല്യാണത്തിന് പോവുക ചെയ്തത്. അപ്പം ഞാൻ വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് കേട്ടോ. നല്ല നല്ല ഭംഗി. അപ്പം ഡിവൈൻ പറഞ്ഞു, ഡിവൈൻ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ ഇതിൻ്റെ പണിപ്പുരയിൽ പണി നടക്കുമ്പോൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് കുരിശ് വരച്ച് ഞാൻ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കയറുക ചെയ്തത്. വീട്ടിലെത്തി ഇതേ നമ്മുടെ ചാക്കോച്ചൻ റെസ്റ്റ് ചെയ്ത് കിടക്കണം. കാരണം പാവം കുറേ നേരം ഇരുന്നതല്ലേ. പിന്നെ കിടന്ന് ഉറങ്ങി എണീറ്റ് തണിപ്പോൾ ഈ കാണണം കേട്ടോ. അപ്പോൾ മണി 10 മിനിറ്റ് ഈ സമയത്താണ് ഞങ്ങൾ ജസ്റ്റ് വന്ന് കയറിയത്. അപ്പോൾ ചാക്കോച്ചൻ്റെ മുറി ഇപ്പോൾ സ്ഥിരം ഓച്ചുൻ്റെ മുറിയാണ് കേട്ടോ. ഓച്ചുൻ്റെ ആ സീപ്പില്ലോയിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കാനായിട്ട് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫുൾ ടൈം ഈ ചിരിയാണ് കേട്ടോ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമുട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അപ്പാപ്പൻ്റെയും കൂടിയാണല്ലോ അവൻ്റെ കളി മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അതെ അവനെ ഭയങ്കര എന്താ പറയുക കളി കാണുമ്പോഴേക്കും അതെ അപ്പാപ്പനെ കാണുമ്പോഴേക്കും അവൻ കിടന്ന് തുള്ളും. പിന്നെ 4 മാസം കഴിഞ്ഞ് 5ാമത്തെ മാസത്തിലേക്ക് കിടക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പറയുമ്പം അവൻ പ്രതികരിച്ച് തുടങ്ങി, വിരൽ കൊടുക്കുമ്പോൾ കൈമ പിടിച്ച് തുടങ്ങി. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് എല്ലാ കുട്ടികളും ചെയ്യണതല്ലേ എന്ന്. എന്നെ സംബന്ധിച്ച് തോമുവിൻ്റെ ആ പ്രായത്തിൽ പാച്ചു ഹോസ്പിറ്റലായിരുന്നു, ഡിംപിൾ പ്രസവിക്കുന്ന സമയമായിരുന്നു. പാച്ചുവിൻ്റെ ആ സമയം ഞങ്ങളിട്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് 2 പേരുടെയും ഒന്നും എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഇവനെ കൂടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓച്ചു അടക്കം കാണുന്നത്. അല്ലാണ്ടുള്ള സംഭവം 3ാമതൊരു ഉണ്ണി ഉണ്ടായാലും ബാക്കി 2 പേരുടെയും ഞങ്ങളെ സംബന്ധിച്ച് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 പേരും സ്പെഷ്യലാണ്. തോമു ഫസ്റ്റ് ബേബി, പാച്ചു ഇങ്ങനെയുള്ള ബേബി ആയ കാരണം ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവനെയാണ് കൂടുതൽ ശ്രദ്ധിച്ച് എന്താണ് കാര്യങ്ങളെന്ന് കാണുന്നത്. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ നാളെ ഒതുക്കിക്കോളാം, ഇനിയിപ്പോൾ ഈ നേരത്തെ ഒതുക്കാനും പെറുക്കാനും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവിടെ ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ കുറേ സാലഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഡിവൈനോട് ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിൽ തന്നെ എടുത്തു വെച്ചേക്ക്. അപ്പോൾ അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോഴേക്കും ചാക്കോച്ചൻ്റെ ഡ്രസ്സൊക്കെ മാറി ഒന്ന് തുടച്ചിട്ടാണ് കേട്ടോ അവനെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ്. തോമു കിടന്ന് ഉറങ്ങി, ഓൾറെഡി അവൻ ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കയറിയതിന് ശേഷം ഞാൻ പതിവ് പോലെ ഓരോ മുക്കുമൂലിയും നോക്കി അടച്ചടച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഈ കൊട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടിയിലിടുന്ന കൊട്ടയാണത്. അപ്പോൾ സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിയിടാനും കൈകാര്യം ചെയ്യാനും എളുപ്പമുണ്ട്. കവറൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഈ കൊട്ടയിലാകുമ്പോൾ നമ്മളത് ഒതുക്കി നേരെ കൊട്ട കൊണ്ടുവന്ന് അകത്ത് വയ്ക്കുക ചെയ്യുക. ഇത് കഴിഞ്ഞ് തേക്കര മേശയുടെ അടിയിലേക്ക് മാറ്റി വയ്ക്കുക ചെയ്യുക. ഇത് ഹോർലിക്സ് ബിസ്ക്കറ്റാണ് കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബിസ്ക്കറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ തോമൂന് ഇപ്പോൾ പ്ലേ സ്കൂളിൽ പോകുമ്പോൾ ഡേ കെയറിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് രാവിലെ എപ്പോഴെങ്കിലും ഭക്ഷണം ഇനിയിപ്പോൾ ഇവിടെ അങ്ങോട്ട് നോയമ്പാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വരിക കോൺഫ്ലേക്സ് കഴിക്കുക. ഡോണിനെ സംബന്ധിച്ച് നേരത്തെ പോകുമ്പോൾ അത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡാഡിയോടും ഞാൻ പറയും, ഇപ്പോൾ ഡിവൈനും ഇനി അത് മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചോട്ടെ വെച്ചിട്ട് ഞാൻ 1 കിലോൻ്റെയാണ് അത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഡോണും ഡിവൈനും കിടക്കാൻ പോയി. ഡാഡി ഇതേ കിടന്നുറങ്ങി. ഡിമ്പിൾ പിന്നെ കല്യാണത്തലേന്നിൻ്റെ എന്താ പറയുക ബഹളത്തിൻ്റെ ഇടയിലാണ്. ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് അയക്കേണ്ടത് കേട്ടോ. അപ്പോൾ നാളെ ഞങ്ങൾക്കും പോകണം കല്യാണത്തിന്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളെ പരിചയപ്പെട്ട എല്ലാവരോടും ഒരിക്കൽ കൂടി എന്താ പറയുക ഒന്ന് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. നാളെ കല്യാണ വീഡിയോ ആണ്. എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുവരേക്ക് ബൈ.